ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SLS അക്കാഡമി. ഇന്ന് ടോപ്പിക് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന നവോത്ഥാന നായകന്മാരാണ്. നവോത്ഥാന നായകർ 3 നവോത്ഥാന നായകർ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നു. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ആഡ് മീ എന്ന് മെസ്സേജ് ചെയ്യുക. SLS അക്കാഡമി ഒഫീഷ്യലും സെർച്ച് ചെയ്ത ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പണ്ഡിറ്റ് കറുപ്പിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കൊച്ചി രാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് കറുപ്പനാണ്. ബാല്യകാല നാമം ശങ്കരൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേര് സാഹിത്യ കുടീരം. പലതവണ PSC ചോദിച്ച ചോദ്യമാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേര് എന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? സാഹിത്യ കുടീരം. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. പലതവണ വീണ്ടും PSC ചോദിച്ചിട്ടുള്ള 2 ചോദ്യങ്ങളാണ് ഈ പറഞ്ഞത്. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പനാണെന്ന് ഓർത്തുവെക്കുക. പണ്ഡിറ്റ് കറുപ്പൻ എഡ്യൂക്കേഷൻ സൂപ്രണ്ടായി നിയമിതനായ വർഷം 1931. ഒന്നുകൂടെ നോക്കാം. കൊച്ചി രാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകാല നാമം ശങ്കരൻ. പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേര് സാഹിത്യ കുടീരം. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ എഡ്യൂക്കേഷൻ സൂപ്രണ്ടായ വർഷം 1931. അടുത്ത പോയിന്റ്, മഹാരാജ കോളേജ് അധ്യാപകനായ വർഷം 1935. പണ്ഡിറ്റ് കറുപ്പന് കവിതിലകൻ എന്ന ബഹുമതി നൽകിയത് കൊച്ചി രാജാവാണ്. അരയ സമാജ് സ്ഥാപിച്ച പണ്ഡിതനാണ്. 1907 അരയ സമാജ് സ്ഥാപിച്ചത്. കല്യാണദായിനി സഭ സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂരാണ്. അത് പണ്ഡിറ്റ് കറുപ്പനാണ്. ജ്ഞാനോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് ഇടക്കൊച്ചിയിലാണ്. പണ്ഡിറ്റ് കറുപ്പൻ. സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് തേവരയിലാണ്. അപ്പോൾ നോക്കാം. മഹാരാജ കോളേജ് അധ്യാപകനായ വർഷം 1935. പണ്ഡിറ്റ് കറുപ്പന് കവിതിലകൻ എന്ന ബഹുമതി നൽകിയത് കൊച്ചി രാജാവാണ്. അരയ സമാജ് സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ 1907. കല്യാണദായിനി സഭ സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ. ജ്ഞാനോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് ഇടക്കൊച്ചിയാണെന്ന് ഓർത്തു വയ്ക്കുക. സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് തേവരയിലാണ്. അടുത്ത പോയിന്റ്, പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിക്കപ്പെട്ടത് വടക്കൻ പറവൂർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വടക്കൻ പറവൂർ ഇലക്ട്രോണിക് ഓട്ടോമേഷൻ ഉപയോഗിച്ച് ആദ്യമായിട്ട് ഇലക്ഷൻ നടന്ന സ്ഥലമാണ് വടക്കൻ പറവൂർ എന്ന് പറയുന്നത്, എറണാകുളം ജില്ല. അടുത്ത അരയ വംശോദ്ധാരണി സഭ സ്ഥാപിക്കപ്പെട്ടത് യങ്ങണ്ടിയൂർ. അടുത്ത സന്മാർഗ പ്രദീപ സഭ സ്ഥാപിക്കപ്പെട്ടത് കുമ്പളം. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചതാരെന്ന് വെച്ചാൽ പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണനാശൻ. ഇപ്പോൾ തന്നെ നോക്കാം. പ്രബോധയ ചന്ദ്രോദയ സ്ഥാപിക്കപ്പെട്ടത് വടക്കമ്പറവൂരാണ്. അരയ വംശോദ്ധാരണി സഭ സ്ഥാപിക്കപ്പെട്ടത് എങ്ങണ്ടിയൂർ. സന്മാർഗ പ്രദീപ സഭ സ്ഥാപിക്കപ്പെട്ടത് കുമ്പളത്താണ്. കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ച് നൽകിയതാരെന്ന് വെച്ചാൽ മംഗലപ്പള്ളി കൃഷ്ണനാശാൻ. അടുത്ത പോയിന്റ്, ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമി. പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതിയാണ് ജാതിക്കുമി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. പണ്ഡിറ്റ് കറുപ്പന് സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ കൊച്ചി രാജാവാണ്. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയോയി തമ്പുരാൻ 1913. കവിതിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. പിന്നീട് നോക്കാം. ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം. പണ്ഡിറ്റ് കറുപ്പന് സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി മഹാരാജാവാണ്. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപ്പേര് നൽകിയത് കേരളവർമ്മ വലിയോയി തമ്പുരാൻ 1913. കവിതിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. അടുത്ത പോയിന്റ്, പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ വർഷം 1925. പലതവണ PSC ചോദിച്ചിട്ട ചോദ്യങ്ങളാണ്, പുറത്തു വയ്ക്കുക. 1925. അടുത്ത അരയ്യ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് വാല സമുദായ പരിഷ്കരണി സഭ. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം. മദ്രാസ് ഗവർണറുടെ ബഹുമാനാർത്ഥം കൊച്ചി രാജാവ് സംഘടിപ്പിച്ച ഉദ്യാനവിരുന്ന് അവഗണിക്കപ്പെട്ടതിൽ മനംതൊന്ത് രചിച്ച കൃതിയാണ് ഉദ്യാനവിരുന്ന്. ബാലകലേശം രചിക്കപ്പെട്ട വർഷം 1919. നോക്കാം. പണ്ഡിറ്റ് KP കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ വർഷം ചോദിച്ചാൽ 1925. അരയ സമുദായത്തെ പരിഷ്കരണത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച സഭയാണ് വാല സമുദായ പരിഷ്കരണി സഭ. ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏതെന്ന് വെച്ചാൽ സമാധി സപ്താഹം.
മദ്രാസ് ഗവർണറുടെ ബഹുമാനാർത്ഥം കൊച്ചി രാജ സംഘടിപ്പിച്ച ഉദ്യാന വിരുന്ന് അപഗണിക്കപ്പെട്ടതിലും അനന്തോന്ത രചിച്ച കൃതിയാണ് ഉദ്യാന വിരുന്ന്. ബാലകലേശം രചിക്കപ്പെട്ട വർഷം 1919. അടുത്ത പോയിന്റ്, 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. 1922 അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരി 2013. പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ച വർഷം 1938 മാർച്ച് 23. പണ്ഡിറ്റ് കറുപ്പൻ മരണത്തിനു കാരണമായ രോഗമായിരുന്നു പ്ലൂറിസി. അടുത്ത അദ്ദേഹത്തിൻ്റെ കൃതികൾ നമുക്ക് നോക്കാം. ധ്രുവചരിതം, ആചാരഭൂഷണം, ചിത്രലേഖ, ബാലകലേശം, ലങ്കാമർദ്ദനം, ലളിതോപകാരം, ജാതിക്കുമ്മി, പഞ്ചവടി, അരയപ്രശസ്തി, ശ്രോത്രമന്ദാരം. അപ്പോൾ നമ്മൾ നോക്കാം. 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. 1922 അഖില കേരള മഹാസഭ അരയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയ സുഗതകുമാരി 2013. പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ച വർഷം 1938 മാർച്ച് 23. പണ്ഡിറ്റ് കറുപ്പൻ്റെ മരണത്തിന് കാരണമായ രോഗമാണ് പ്ലൂറിസി. ധ്രുവചരിതം, ആചാരഭൂഷണം, ചിത്രലേഖ, ബാലകലേശം, ലങ്കാമർദ്ദനം, ലളിതോപകാരം, ജാതിക്കുമ്മി, പഞ്ചവടി, അരയപ്രശസ്തി, ശ്രോത്രമന്ദാരം എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി ജന്മസ്ഥലം എവിടെയെന്ന് വെച്ചാൽ നെയ്യാറ്റിൻകര, തിരുവനന്തപുരം ജില്ലയിലാണ്. നെയ്യാറ്റിൻകര എന്ന് ഓർത്തു വയ്ക്കുക. കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് വൃത്താന്ത പത്രപ്രവർത്തനം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വീട്ടുപേര് കൂടില്ല വീട്. അപ്പോൾ ഇത് ഓർത്തു വയ്ക്കുക. കൂടില്ല വീട് ആരുടെ വീട്ടുപേരെന്ന് വെച്ചാൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വീട്ടുപേരാണ്. ഒന്നുകൂടെ നോക്കാം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, സ്വദേശാഭിമാനിയുടെ ജന്മസ്ഥലം എവിടെയെന്ന് വെച്ചാൽ നെയ്യാറ്റിൻകരയാണ്, തിരുവനന്തപുരം ജില്ല. കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന വൃത്താന്ത പത്രപ്രവർത്തനം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വീട്ടുപേരാണ് കൂടില്ല വീട്. അടുത്ത പോയിന്റ്, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം 1910 സെപ്റ്റംബർ 26. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സ്ഥലം തിരുനെൽവേലി, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലേക്കാണ്. പത്രപ്രവർത്തനത്തെക്കുറിച്ച് മലയാളത്തിൽ ആദ്യ പുസ്തകമാണ് വൃത്താന്ത പത്രപ്രവർത്തനം എന്ന് പറയുന്ന കൃതി. രാഷ്ട്രീയ നോവൽ അവതരിപ്പിച്ച ആദ്യ മലയാള മാസിക കേരളൻ എന്ന മാസികയിലാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ. 1910 നാടുകടത്തിയെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദിവാനാണ് പി രാജഗോപാലാചാരി. ഒന്നുകൂടെ നോക്കാം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ വർഷം 1910 സെപ്റ്റംബർ 26. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സ്ഥലം തിരുനെൽവേലി. പത്രപ്രവർത്തനത്തെക്കുറിച്ച് മലയാളത്തിലെ ആദ്യ പുസ്തകമാണ് വൃത്താന്ത പത്രപ്രവർത്തനം. രാഷ്ട്രീയ നോവൽ അവതരിപ്പിച്ച ആദ്യ മലയാള മാസികയാണ് കേരളൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥ എൻ്റെ നാടുകടത്തൽ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ ദിവാനാണ് പി രാജഗോപാലാചാരി. അടുത്ത പോയിന്റ്, രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായ വർഷം 1906. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലമാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിച്ചത് 1916 മാർച്ച് 27. രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി എന്ന ബിരുദം ചാർത്തിക്കൊടുത്തത് മലേഷ്യൻ മലയാളികളാണ് അങ്ങനെ ചാർത്തിക്കൊടുത്തത് സ്വദേശാഭിമാനി എന്ന ബിരുദം. തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ച് രാമകൃഷ്ണപിള്ള എഴുതിയ കൃതിയാണ് നരകത്തിൽ നിന്ന്. ബാലകലേശം, നിരൂപണം, ഡൽഹി ദർബാർ, പത്രധർമ്മം, കേരള ഭാഷാ ഉൽപ്പത്തി, അതുപോലെ തന്നെ ഇനിയും കൃതികളുണ്ട്. നമുക്ക് ഇത് ഒന്നുകൂടെ നോക്കിയിട്ട് അടുത്തതിൽ നോക്കാം. രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായ വർഷം 1906. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് പയ്യാമ്പലം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള അന്തരിച്ച വർഷം 1916 മാർച്ച് 27. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്ക് സ്വദേശാഭിമാനി എന്ന ബിരുദം നേടിക്കൊടുത്തത് അല്ലെങ്കിൽ ചാർത്തിക്കൊടുത്തത് മലേഷ്യൻ മലയാളികളാണ്. തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ച് രാമകൃഷ്ണപിള്ള എഴുതിയ കൃതിയാണ് നരകത്തിൽ നിന്ന്. ബാലകലേശ നിരൂപണം, ഡൽഹി ദർബാർ, പത്രധർമ്മം, കേരള ഭാഷാ ഉൽപ്പത്തി എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. അതുപോലെ തന്നെ മോഹൻദാസ് ഗാന്ധി, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, വൃത്താന്ത പത്രപ്രവർത്തനം, നരകത്തിൽ നിന്ന്, കാറൽ മാക്സ്, സോക്രട്ടീസ് എന്നീ കൃതികൾ ഇദ്ദേഹത്തിനാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കൃതികളാണ്. കാറൽ മാക്സിനെ പറ്റി മലയാളത്തിൽ ആദ്യ പുസ്തകം എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് പാളയം തിരുവനന്തപുരം ജില്ല. രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാൾ.
ഇവിടെ നോക്കാം അദ്ദേഹത്തിൻ്റെ കൃതികൾ: മോഹൻദാസ് ഗാന്ധി, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, വൃത്താന്ത പത്രപ്രവർത്തനം. അടുത്ത നരകത്തിൽ നിന്ന്, കാറൽ മാക്സ്, സോക്രട്ടീസ്. അടുത്ത കാറൽ മാക്സിനെ പറ്റി മലയാളത്തിൽ ആദ്യ പുസ്തകം എഴുതിയത് സ്വദേശാഭിമാനിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന പാളയം, തിരുവനന്തപുരം. രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു വെച്ചാൽ ശ്രീമൂലം തിരുനാൾ. അടുത്ത പോയിന്റ് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ നമുക്ക് നോക്കാം. യഥാർത്ഥ നാമം കല്ലിശ്ശേരിയിൽ വേലായുധ ചേകവർ എന്നാണ്. ജനനം ആലപ്പുഴ ജില്ലയിലെ ഇടയ്ക്കാട് എന്ന സ്ഥലം. കേരള നവോത്ഥാന പ്രസ്ഥാനത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. നവോത്ഥാനത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്നതും ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. കായികാഭ്യാസിയും സ്വന്തമായി പായ്വഞ്ചിയും ഉണ്ടായിരുന്ന ജന്മിയായ നവോത്ഥാന നായകനായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഒന്നുകൂടെ നോക്കാം. യഥാർത്ഥ നാമം കല്ലിശ്ശേരിയിൽ വേലായുധ ചേകവർ. ജനിച്ച സ്ഥലം ആലപ്പുഴയിലെ ഇടയ്ക്കാട് എന്ന സ്ഥലത്ത്. കേരള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ. നവോത്ഥാനത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കായികാഭ്യാസിയും സ്വന്തമായി പായ്വഞ്ചിയും ഉണ്ടായിരുന്ന ജന്മിയായ നവോത്ഥാന നായകനായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത പോയിന്റ് 1852 കാർത്തികപ്പള്ളിയിൽ മംഗലത്ത് ശിവപ്രതിഷ്ഠ നടത്തി. കേരളത്തിൽ ഈഴവരുടെ വകയായി സ്ഥാപിക്കപ്പെട്ട ആദ്യ ശിവക്ഷേത്രമാണ് ഇത്. 1852 കാർത്തികപ്പള്ളിയിൽ മംഗലത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ ആദ്യമായി പണിക്കർ സ്ഥാനം ലഭിച്ച വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 1867 ഇടപ്പള്ളിയിൽ രാജകുമാരനെതിരെ ഹോയി വിളിച്ച് വഴിനടക്കൽ സമരം നടത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ക്ഷേത്ര ആചാരവിധികൾ പഠിക്കാനായി ഗോവയിൽ പോയ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ കല്ലിശ്ശേരി കഥകളി യോഗം സ്ഥാപിച്ച വർഷം 1860. ഒന്നുകൂടി നോക്കാം. 1852 കാർത്തികപ്പള്ളിയിൽ മംഗലത്ത് ശിവപ്രതിഷ്ഠ നടത്തി. കേരളത്തിൽ ഈഴവരുടെ വകയായി സ്ഥാപിക്കപ്പെട്ട ആദ്യ ശിവക്ഷേത്രമാണിത്. തിരുവിതാംകൂറിൽ ആദ്യമായി പണിക്കർ സ്ഥാനം ലഭിച്ച വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 1867 ഇടപ്പള്ളി രാജകുമാരനെതിരെ ഹോയി വിളിച്ച് വഴിനടക്കൽ സമരം നടത്തി. ക്ഷേത്രാചാരവിധികൾ പഠിക്കാനായി ഗോവയിൽ പോയ നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ കല്ലിശ്ശേരിയിൽ കഥകളി യോഗം സ്ഥാപിച്ച വർഷം 1860. അടുത്ത പോയിന്റ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ബോട്ട് യാത്രക്കിടെ വധിക്കപ്പെട്ട വർഷം 1874. മുക്കുത്തി സമരം നടന്ന സ്ഥലം പന്തളത്താണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ അന്ത്യവിശ്രമം കൊള്ളുന്ന പെരുമ്പള്ളി എവിടെയാണ്? എറണാകുളത്താണ്. അപ്പോൾ നോക്കാം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ബോട്ട് യാത്രക്കിടെ വധിക്കപ്പെട്ട വർഷം 1874. മുക്കുത്തി സമരം നടന്ന സ്ഥലം പന്തളമാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം പെരുമ്പള്ളി. ഏത് ജില്ലയെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഡിയർ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഭാഗത്തിൽ വേറെ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.